സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് 2026 ഫെബ്രുവരി മാസത്തിലെ ഒരു ബുധനാഴ്ച ദിവസം കേരളത്തിൽ പണിമുടക്ക് ഉള്ള ഒരു ജില്ലയാണ്. കാര്യമായ വാഹനങ്ങളൊന്നും ഓടുന്നില്ല. ഇന്നലെ കേരളീയ സമൂഹം പൊതുവിൽ അംഗീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകരെ, ദൃശ്യമാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വരുന്ന രാഷ്ട്രീയ നിരീക്ഷകരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഇന്നലെ ഒരു വീഡിയോ കാണാനിടയായി. അത് കുറേ വർഷങ്ങളായി നിലനിൽക്കുന്നൊരു ചാനലാണ്. അതിലവർ പറയുന്നത് 18ഓളം മണ്ഡലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ UDFൻ്റെ മാർജിൻ 600 വോട്ടുകളുടെ വ്യത്യാസമേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഞാൻ നോക്കിയപ്പോൾ എനിക്കതങ്ങനെ അത്ര വലിയ ഒരു 18ഓളം മണ്ഡലങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഉദുമൊക്കെ അങ്ങനെയുള്ള മണ്ഡലങ്ങളാണ്. ഉദുമ, അതുപോലെ തന്നെ നമ്മുടെ അരൂര് പോലെയുള്ള മണ്ഡലങ്ങളൊക്കെ UDF തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ ചെറിയ മാർജിനിൽ വിജയിച്ചിട്ടുള്ള മണ്ഡലങ്ങളാണ്. പക്ഷേ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്ത ആൾ ഈ 80 സീറ്റുകൾ ഇപ്പോൾ UDFന് മുൻതൂക്കമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ UDFന് മുൻതൂക്കമുള്ള ഈ 80 മണ്ഡലങ്ങൾ കുറച്ച് മണ്ഡലങ്ങൾ, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 8 മണ്ഡലങ്ങളിൽ കൂടുതൽ, 8, 9, 10 മണ്ഡലങ്ങളിൽ കൂടുതൽ ഈ മണ്ഡലങ്ങളിലെ ആ ചെറിയ ഒരു മുൻതൂക്കം UDFന് നഷ്ടപ്പെട്ടാൽ UDF അധികാരത്തിൽ വരണമെന്നില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ LDF നേരിയ മാർജിനിൽ ഇപ്പോൾ നിലവിൽ മുന്നിട്ട് നിൽക്കുന്ന മണ്ഡലങ്ങൾ കൂടി ചേരുമ്പോഴാണ് 58 മണ്ഡലങ്ങൾ അങ്ങനെയുള്ളത്. അദ്ദേഹം പറയുന്ന 59ആണ്, എൻ്റെ സോഴ്സ് അനുസരിച്ച് 58ആണ്. അപ്പോൾ 58ൻ്റെ കൂടെ ഇനിയിപ്പോൾ ഒരു 8 മണ്ഡലങ്ങൾ കൂടി അവർക്ക് ചേർന്നാലും 66 മണ്ഡലങ്ങളെ ആവും. നെക്ക് ടു നെക്ക് ഫൈറ്റ് ഉണ്ടായിരിക്കും. ഒരു 65 സീറ്റുകൾ വരെ നിലവിൽ സാഹചര്യത്തിൽ LDFന് നേടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനതിനകത്ത് കാണുന്നത്, അപ്പോൾ ആ ഒരു മണ്ഡലങ്ങളുടെ ഒരു ചെറിയ കണക്ക് അവതരിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അതിലൊന്ന് ഇരവിപുരം മണ്ഡലമാണ്. ഇരവിപുരം മണ്ഡലം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ LDFനുള്ള മുൻതൂക്കാട് 105 വോട്ടുകളാണ്. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് 1191 വോട്ടുകളുടെ മുൻതൂക്കമാണ് ഉള്ളത് LDFന്. കൊട്ടാരക്കരയിൽ 144 വോട്ടുകളുടെ മുൻതൂക്കമാണ് LDFനുള്ളത്. അതുപോലെ വാമനപുരത്ത് 905 വോട്ടുകളുടെ മുൻതൂക്കമാണ് LDFന് ഉള്ളത്. പാലായിൽ അത് 1518 വോട്ടുകളുടെ ഭൂരിപക്ഷമാണുള്ളത്. അതായത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അവിടെയുള്ള മുൻതൂക്കം. അതുപോലെ കേരളത്തിലെ ഈ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ 1146 വോട്ടുകളുടെ മുൻതൂക്കമേ ഉള്ളൂ. അതുപോലെ ഗുരുവായൂർ മണ്ഡലത്തിൽ 1281 വോട്ടുകളുടെ മുൻതൂക്കമേ ഉള്ളൂ. അതേസമയം ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ഏറെക്കുറെ എല്ലാ മണ്ഡലങ്ങളിലും, കോഴിക്കോട് ജില്ലയിൽ UDFന് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളിലൊക്കെ വലിയ മാർജിനിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. പട്ടാമ്പിയിലും മണ്ണാർക്കാടും UDF വലിയ മാർജിനിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. ചാലക്കുടിയിൽ UDF വലിയ മാർജിനിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. അങ്കമാലി, ആലുവ, തൃക്കാക്കര, എറണാകുളം മണ്ഡലങ്ങളിലും വലിയ മാർജിനിലാണ് UDF മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ നിലവിലുള്ള LDF സർക്കാരിലെ ഒരു മന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിലെ മണ്ഡലത്തിലും ചെറിയ മാർജിനിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ LDF മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ നിലവിലുള്ള ഈ 58ഓ 59ഓ LDFന് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളിൽ ചിലത് അവർക്കും നഷ്ടപ്പെടാം. ഈ ഒരു വസ്തുതയെ കാണാതെയാണ് ചില നിരീക്ഷകർ അഭിപ്രായങ്ങൾ പറയുന്നത്. ഒരു നിരീക്ഷകൻ ഇമ്പാർഷ്യലാവണം, നിഷ്പക്ഷനാകണം. എങ്കിൽ മാത്രമേ, കാരണം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ വരാറുള്ള ആൾക്കാരാണ് സാധാരണ ഇതിൽ കേരളത്തിൽ അനിൽ ബോസ്, അബിൻ വർക്കി, ഇങ്ങനെയുള്ള ആൾക്കാർ. ഇവർ, അല്ലെങ്കിൽ നൗഷാദ് അലി, ഇവരൊക്കെ നമുക്കറിയാം അവർ UDFനെ അനുകൂലിച്ച് സംസാരിക്കും. അപ്പോൾ അവർ പറയുന്നതിനകത്ത് ഒരല്പം എക്സാജറേഷൻ എന്തായാലും ഉണ്ടാവും. അവർ
നിലവിലെ സാഹചര്യത്തേക്കാൾ ഒരല്പം മുൻതൂക്കം UDFിനുള്ളതായി അവർ പറയും. ചാനൽ ചർച്ചകളിൽ CPM വേണ്ടി CPM പ്രതിനിധിയായി മുമ്പ് വരാറുണ്ടായിരുന്ന ഒരാളായിരുന്നു A.A. റഹീം. അതുപോലെ നിരവധി ആളുകൾ വരാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡോക്ടർ ഗോപൻ ചാനൽ ചർച്ചകളിൽ CPM പ്രതിനിധീകരിച്ച് വരാറുള്ള ആളാണ്. അപ്പോൾ ഇത്തരം ആളുകൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. പക്ഷേ ഈ നിഷ്പക്ഷ നിരീക്ഷകൻ എന്ന് പറഞ്ഞാൽ അയാൾ ഇമ്പാർഷ്യലാണ്. അപ്പം ഇപ്പം ഒരു ഉദാഹരണത്തിന് നമ്മുടെ ജേക്കബ് ജോർജൊക്കെ കുറേ കൂടി ഒരു നിഷ്പക്ഷ നിരീക്ഷകനാണ് എന്ന് നമുക്ക് തോന്നാറുണ്ട്. മറ്റൊരു വിഷയം കൂടി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാം. കൽപ്പറ്റ നാരായണൻ ഈ സച്ചിദാനന്ദൻ പ്രിയപ്പെട്ട കവി നടത്തിയിട്ടുള്ള പരാമർശങ്ങളെ കുറിച്ച് അദ്ദേഹത്തിൻ്റെതായ ഒരു അഭിപ്രായം പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറയുന്നത് LDF വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജനാധിപത്യം ഇല്ലാതാകും എന്നുള്ളതാണ്. അതായത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേതിന് സമാനമായ സാഹചര്യം കേരളത്തിലുണ്ടാകും. മാത്രവുമല്ല, ഈ സർക്കാർ ചെയ്തു വച്ചിട്ടുള്ള ധാരാളം തെറ്റായ പ്രവണതകൾ, അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ധാരാളം വീഴ്ചകളുണ്ട്. ആ വീഴ്ചകൾക്ക് ജനപിന്തുണയുണ്ട് എന്നുള്ള ഒരു വ്യാഖ്യാനവും ഈ തെരഞ്ഞെടുപ്പിൽ LDF വിജയിച്ചാൽ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കേരളീയ സമൂഹത്തിൽ ധാരാളം ആളുകൾ ഈ രാഷ്ട്രീയത്തിനും അപ്പുറത്ത് ഇത്തരത്തിലുള്ള ഒരു സാംസ്കാരിക ഭൂമികയിലും മറ്റും എന്താ പറയുക, അതായത് ഇപ്പോൾ ലിംഗസമത്വം വേണമെന്ന് വാദിക്കുന്ന, ഇവിടെ പുരോഗമന കാഴ്ചപ്പാടുള്ള, എന്നാൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ളവരോ ഇല്ലാത്തവരായിട്ടുള്ള ധാരാളം ആളുകൾ ഇത്തരത്തിലുള്ള ഈ സാംസ്കാരിക നായകന്മാരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ കൽപ്പറ്റ നാരായണൻ്റെ പരാമർശങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നിഷ്പക്ഷരായ വോട്ടർമാരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുമ്പോൾ അതിനെ സ്വാധീനിച്ചേക്കാവുന്ന ഒരു അഭിപ്രായമായിട്ടാണ് കൽപ്പറ്റ നാരായണൻ